യൂറോളജി വിഭാഗത്തിൽ ലേസർ ചികിത്സ പോലുള്ള അത്യാധുനിക ചികിത്സാ രീതികൾ ഉപയോഗിച്ച് ചിലവ് കുറവിലും വേഗത്തിലും സുരക്ഷിതമായും സുഖപ്പെടുത്തുന്നു. ഓപ്പറേഷൻ കഴിഞ്ഞാൽ അന്ന് തന്നെ നിങ്ങൾക്ക് വീട്ടിൽ പോകാം. മിംസ് ഹോസ്പിറ്റൽ, വണ്ടൂർ. കാളികാവിലെ ഓട്ടോമാറ്റിക് വെതർ സ്റ്റേഷൻ നിർമ്മാണത്തിനെതിരെ നാട്ടുകാർ. കാളികാവ് അമ്പലക്കുന്ന് മൈതാനിയിലാണ് സ്റ്റേഷൻ നിർമ്മിക്കുന്നത്. മൈതാനത്തിലെ കളികൾ തടസ്സപ്പെടാൻ ഇടയാകുമെന്ന് നാട്ടുകാരുടെ എതിർപ്പിനെ തുടർന്ന് നിർമ്മാണം താൽക്കാലികമായി നിർത്തിവച്ചു. കാർഷിക വൃത്തിക്കും വെള്ളപ്പൊക്കം, ഉരുൾപൊട്ടൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ മുൻകൂട്ടി കാണുന്നതിനു വേണ്ടിയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം സ്ഥാപിക്കുന്നത്. അമ്പലക്കുന്ന് മൈതാനിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഫുട്ബോൾ, മറ്റ് സ്പോർട്സുകൾ, രാവിലെയും വൈകുന്നേരങ്ങളിലും നടക്കുന്ന വ്യായാമങ്ങൾ തുടങ്ങിയ കാര്യങ്ങൾക്കെല്ലാം തടസ്സമായി മാറാൻ ഇടവരും. ഇവിടെ ഫെൻസിങ് വന്നു കഴിഞ്ഞാൽ പിന്നെ അവിടുന്ന് ഒരു ഫുട്ബോൾ അടിക്കുക, അതുപോലെ ക്രിക്കറ്റിന്റെ ബോൾ വന്ന് ചാടുക ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ബോൾ എടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കൂല. ഈ ഒരു അഥവാ നമ്മളതിന്റെ അകത്തോട്ട് കയറി കഴിഞ്ഞാൽ ഈ ഫെൻസിങ്ങിന് എന്തെങ്കിലും കംപ്ലൈന്റ് വന്നാൽ സാമൂഹ്യ വിരുദ്ധര് ഇത് കംപ്ലൈന്റ് ആക്കി എന്നുള്ളതായിരിക്കും ഇവര് പറയാം. അടുത്തത് പറയാനുള്ളത്, ഈ ഇത്രയും ഇത് വന്നു കഴിഞ്ഞാൽ ഈ ഗ്രൗണ്ടിൽ സ്പേസ് വളരെ കുറവാണ്. അതുപോലെ തന്നെ പറയാനുള്ളത്, ഇത് ജമ്പിംഗ് പിറ്റായിട്ട് നമ്മളൊരു പ്ലാൻ വരച്ചോണ്ടിരിക്കുക. ഈ ഗ്രൗണ്ടിന്റെ ഒരു പ്ലാൻ ശ്രീ അനിൽകുമാർ സാറ് നമുക്കിത് ആവശ്യമായിട്ടുള്ള എല്ലാ പദ്ധതികളും ഇങ്ങോട്ട് കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ജമ്പിംഗ് പിറ്റായിട്ടാണ് നമ്മൾ കാണുന്നത്. ഇവിടെ ഒരു സ്പോർട്സ് നടക്കാന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണഗതിയിൽ നമ്മൾ പോകേണ്ടത് അടക്കാക്കുണ്ട് സ്കൂളിനെയാണ് നമ്മൾ ആശ്രയിക്കേണ്ടത്. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പദ്ധതി ഇപ്പൊ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ നമ്മുടെ സെക്രട്ടറി പറഞ്ഞത്, പഞ്ചായത്ത് സെക്രട്ടറി നമ്മളോട് പറഞ്ഞത്, ഈ ഒരു പദ്ധതി ഇവിടെ തന്നെ പറ്റുള്ളൂ. ഇതിന് പന്ത് തട്ടിയാലും കുഴപ്പമില്ല, കംപ്ലൈന്റ് ആയാലും കുഴപ്പമില്ല, ഈ പദ്ധതി പഞ്ചായത്തിന് ചെയ്യുക എന്നുള്ളതാണ് ഞങ്ങളിൽ അർപ്പിതമായ കർത്തവ്യമെന്നാണ് സെക്രട്ടറി നമ്മളോട് പറഞ്ഞത്. അതായത് ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ പന്ത് തട്ടി കംപ്ലൈന്റ് ആയാലും പ്രശ്നമില്ല എന്നാണ് സെക്രട്ടറി പറഞ്ഞത്. അങ്ങനെയുള്ള ഒരു സാധനം വെറുതെ ഇവിടെ കൊണ്ടുവന്നിട്ട് ഇത്രയും സ്ഥലം കളഞ്ഞിട്ട് ഇതോടെ നിർമ്മിക്കേണ്ട ഒരു ആവശ്യം പഞ്ചായത്തിനും ഇല്ല, ആർക്കും ഇല്ല. ഞങ്ങൾക്ക് ഇതിന്റെ ആവശ്യം ഗ്രൗണ്ട് സംബന്ധമായിട്ട് ഞങ്ങൾ പറയുന്നത്, ഗ്രൗണ്ടിൽ ഒരു നിർമ്മാണ പ്രവർത്തികളും ഇതുപോലെ വരാൻ പാടില്ല. ഭാവിയിൽ അത് വരും തലമുറയ്ക്ക് അത് വെതർ സ്റ്റേഷൻ മറ്റെവിടെയെങ്കിലും സ്ഥാപിക്കണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ മന്ത്രാലയം, കൃഷി വകുപ്പ് മുഖേനയാണ് പദ്ധതി നടപ്പാക്കുന്നത്. കാളികാവ് ബ്ലോക്കിന് കീഴിലെ എല്ലാ പഞ്ചായത്തുകളിലും സ്റ്റേഷൻ നിർമ്മിക്കുന്നുണ്ട്. പഞ്ചായത്തുമായി സഹകരിച്ച് കൃഷി വകുപ്പിനാണ് നിർമ്മാണ ചുമതല. മഴ അളവ്, മഴയുടെയും കാറ്റിന്റെയും ഗതി, വേഗത, അന്തരീക്ഷത്തിലെ ഈർപ്പം, ഊഷ്മാവ് തുടങ്ങിയുള്ള കാലാവസ്ഥാ നിരീക്ഷണമാണ് പദ്ധതിയുടെ ലക്ഷ്യം. ന്യൂസ് ബ്യൂറോ, കാളികാവ്.